പ്രിയമുള്ളവരെ, ഏവർക്കും സ്നേഹവന്ദനം. ഇന്ന് ലോകം വീണ്ടും മുറിവേറ്റ മധ്യപൂർവ്വ ഏഷ്യയിലേക്ക് കണ്ണുവെക്കുന്ന ഒരു ദിവസമാണ്. 2023 ഒക്ടോബർ 7-ാം തീയതി ആർക്കും മറക്കുവാൻ കഴിയാത്ത ആ ഭീകര ദിനം ഇസ്രായേൽ ചരിത്രത്തിലെ ഏറ്റവും ദുഃഖകരമായ ദിവസമായി എഴുതപ്പെടുകയുണ്ടായി. ഹമാസ് എന്ന് പറയുന്ന കൊടും ഭീകരന്മാരുടെ നേതൃത്വത്തിലുള്ള ആയിരക്കണക്കിന് മിലിറ്റന്റുകൾ അതിർത്തി ലംഘിച്ച് ദക്ഷിണ ഇസ്രായേലിലേക്ക് കയറി ചെല്ലുകയും അതേപോലെ തന്നെ റോക്കറ്റ് ആക്രമണങ്ങൾ നടത്തുകയും നിരവധി പേരെ കൂട്ടക്കൊലപാതകങ്ങൾക്ക് ഇരയാക്കുകയും ധാരാളം ആളുകളെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. കൊച്ചു കുഞ്ഞുങ്ങൾ, അതേപോലെ തന്നെ സ്ത്രീകൾ, മുതിർന്ന ആളുകൾ ഉൾപ്പെടെ നിരവധി ആളുകളെ അവർ ബന്ദികളാക്കി ഏകദേശം 251 പേരെ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. അതിൽ ഭൂരിഭാഗവും പിന്നീട് ഇടക്കാല താൽക്കാലിക ഒത്തുതീർപ്പുകളുടെ പേരിൽ മോചിതരായെങ്കിലും ഇന്നും 48 പേരെ കുറിച്ച് ഇസ്രായേൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഏകദേശം 20 പേർ ജീവിച്ചിരിക്കുന്നതായിട്ടാണ് കരുതപ്പെടുന്നത്. ബാക്കിയുള്ളവരെ കുറിച്ച് യാതൊരു അഡ്രസ്സും ഹമാസിനുമില്ല, പലസ്തീൻകാർക്കുമില്ല, അതേപോലെ തന്നെ ഇസ്രായേലിനുമില്ല. എന്നാൽ ഇതിനെ സംബന്ധിച്ച് ഇസ്രായേലിൽ ഒരുപാട് പ്രയാസങ്ങൾ ഇപ്പോൾ അവരനുഭവിക്കുന്നുണ്ട്. 2 വർഷങ്ങൾക്ക് ശേഷം ഇസ്രായേൽ ആ സംഭവത്തെ ഇന്ന് അനുസ്മരിക്കുകയാണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം, ഈ അനുസ്മരണ പരിപാടികൾ സർക്കാർ സംഘടിപ്പിക്കുന്നതല്ല എന്നുള്ളതാണ്. മറിച്ച് ദുരന്തം അനുഭവിച്ച കുടുംബങ്ങൾ തന്നെയാണ് അതിന് നേതൃത്വം നൽകുന്നത്. ഇത് ജനങ്ങളിൽ വളരെയധികം വേദന ഉളവാക്കിയിട്ടുണ്ട്. അവിടുത്തെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോടുള്ള ഒരു ചെറിയ വിമർശനങ്ങൾ അവരെ പ്രതിഫലിപ്പിക്കുന്നുമുണ്ട്. ജനങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യം, 2 വർഷം പിന്നിട്ടിട്ടും എന്തുകൊണ്ട് മുഴുവൻ ബന്ദികളെയും പൂർണ്ണമായി സ്വതന്ത്രരാക്കാൻ കഴിഞ്ഞില്ല, എന്തുകൊണ്ട് സമാധാനം ലഭിക്കുന്നില്ല എന്ന്. എന്തുകൊണ്ടാണ് ഇപ്പോഴും തടവിൽ കഴിയുന്ന ആളുകളെ നിങ്ങൾ തിരികെ എത്തിക്കാത്തത് എന്നൊക്കെ അവർ ചോദിക്കുന്നുണ്ട്. അപ്പൊ അവരെ തിരികെ കൊണ്ടുവരുവാനുള്ള ഉദ്യമത്തിലാണ് ചില പോംവഴികളൊക്കെ ഇപ്പോൾ തുറന്നിരിക്കുന്നത്. ഈജിപ്തിൽ നടക്കുന്ന ചർച്ചകൾ ഈ ഒരു പശ്ചാത്തലത്തിലാണ്. ഈ ആഴ്ച നമുക്ക് ഒരു പ്രതീക്ഷയുടെ ആഴ്ചയായിരുന്നു. ഇസ്രായേലും ഹമാസും തമ്മിലുള്ള അന്യോന്യമായ സമാധാന ചർച്ചകൾ ഈജിപ്തിലെ ഷാർം എൽ ഷെയ്ഖിൽ പുനരാരംഭിക്കുകയുണ്ടായി. തിങ്കളാഴ്ച ആരംഭിച്ച ആദ്യ റൗണ്ട്, അതായത് ഇന്നലെ ആരംഭിച്ച 1ാമത്തെ ആ റൗണ്ടിൽ വൈകുന്നേരത്തോടെ അത് അവസാനിക്കുകയും ചൊവ്വാഴ്ചയായിട്ടുള്ള ഇന്ന് വീണ്ടും അത് തുടരുമെന്ന് റൂട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ചർച്ചകളിൽ പങ്കെടുക്കുന്നവർ ഇസ്രായേലിന്റെയും ഹമാസിന്റെയും പ്രതിനിധികളുണ്ട്. ഈജിപ്റ്റ്, അമേരിക്ക, ഖത്തർ എന്നീ രാജ്യങ്ങളിലെ മധ്യസ്ഥന്മാരും അതിനകത്ത് പങ്കെടുക്കുന്നതായിട്ടാണ് നമുക്ക് വിവരമുള്ളത്. ഈ രാജ്യങ്ങൾ സമാധാന ശ്രമങ്ങൾക്ക് ദൗത്യ പങ്കാളികളായി രംഗത്തിറങ്ങിയിരിക്കുന്നു എന്നുള്ളത് ഒരു ആശയ്ക്ക് വക നൽകുന്നത് തന്നെയാണ്. എന്നാൽ പരസ്പര അവിശ്വാസവും രാഷ്ട്രീയ സമ്മർദ്ദങ്ങളും ഇപ്പോഴും വൻതോതിൽ ഇരുകൂട്ടരിലും നിലനിൽക്കുന്നു എന്നുള്ളതും നമ്മൾ വിസ്മരിച്ചു പോകരുത്. ഗാസയിലെ ദുരന്തം, അതേസമയം ഗാസ പ്രദേശം വളരെയധികം നരക തുല്യമായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് നമുക്കറിയാം. ഇസ്രായേലിന്റെ പ്രതികാരാത്മക ആക്രമണങ്ങൾ ആയിരക്കണക്കിന് ആളുകളെ കൊല്ലുകയും അതോടൊപ്പം തന്നെ പൂർണ്ണമായിട്ട് പട്ടണങ്ങൾ നിലം പൊത്തുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഇതെല്ലാം തന്നെ ഹമാസ് എന്ന് പറയുന്ന ക്രൂരന്മാരുടെ, ആ കൊടും ഭീകരന്മാരുടെ നികൃഷ്ടമായിട്ടുള്ള പ്രവൃത്തി കൊണ്ടാണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ നാട്ടിലെ നല്ലവരായ മുസ്ലിം സഹോദരങ്ങളെല്ലാം തന്നെ സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. ഹമാസ് ഇതുകൊണ്ട് എന്ത് നേടിയെന്ന ചോദ്യത്തിന് മറുപടിയില്ല എന്നുള്ളത്. ഹമാസ് എന്തിനായിരുന്നു ആ ക്രൂരകൃത്യം 2023 ഒക്ടോബർ മാസം 7-ാം തീയതി ഇസ്രായേലിനോട് ചെയ്തതെന്ന ചോദ്യം ഇന്നും അവശേഷിക്കുകയാണ്. നിഷ്പക്ഷമതികളായിട്ടുള്ള ആളുകളൊക്കെ ചിന്തിക്കുന്നത് ഈ പലസ്തീൻ നാട്ടിലെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ കൊടും ഭീകരരായിട്ടുള്ള ഹമാസുകൾ ഇതൊക്കെ ചെയ്തതെന്നാണ്. പക്ഷെ അതുകൊണ്ട് നിരപരാധികളായിട്ടുള്ള, നിർദോഷികളായിട്ടുള്ള ആയിരക്കണക്കിന്, 10,000-കണക്കിന് ജീവിതങ്ങളാണ് അവിടെ പൊഴിഞ്ഞു പോയത് എന്നുള്ളത് ആർക്കും തള്ളിക്കളയാൻ കഴിയുകയില്ല. മാത്രമല്ല, ആയിരക്കണക്കിന് ഭവന രഹിതരായിട്ടുള്ള ആളുകളായിട്ട് മാറിയിരിക്കുന്നു. ആർക്കെങ്കിലും യാത്ര ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അവർ രക്ഷപ്പെട്ടിരുന്നു. എന്നാൽ ഇന്ന് യാത്ര ചെയ്യാൻ കഴിയാത്ത ആളുകളൊക്കെ തന്നെ അവിടെ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഗാസയിലെ പല ആശുപത്രികളും പ്രവർത്തനരഹിതമാണ്.
കുടിവെള്ളമില്ല, വൈദ്യുതിയില്ല, മരുന്നില്ല, എല്ലാം ക്ഷാമത്തിലാണ്. ഇതെല്ലാം നൽകിപ്പോകുന്നത് ഇസ്രായേൽ തന്നെയാണ്. പക്ഷേ ആ ഇസ്രായേലിനോട് ഇത്ര മ്ലേച്ഛമായി മൃഗീയമായി ഇടപെട്ട ഹമാസ് ആ ദേശത്തുള്ളിടത്തോളം കാലം അതിൻ്റെ തിക്ത അനുഭവം സാധാരണക്കാരായിട്ടുള്ള പലസ്തീനികളും അനുഭവിക്കേണ്ടി വന്നു എന്നുള്ളത് ഏറ്റവും വേദനാജനകമായിട്ടുള്ള കാര്യമാണ്. 2ാം വാർഷിക അനുസ്മരണത്തിൽ ഒരു ജനതയുടെ വേദന ഒക്ടോബർ 7 2ാം വാർഷിക ദിനത്തിൽ ഇന്ന് ഇസ്രായേൽ മുഴുവനും നിശബ്ദമായി ആചരിക്കുകയാണ്. വിളക്കുകൾ തെളിയിച്ചും പ്രാർത്ഥനകളിലൂടെ ആയിരങ്ങൾ ഇന്നത്തെ വീരന്മാരെയും നിരപരാധികളെയും അനുസ്മരിക്കുന്നു എന്നുള്ളതാണ്. അതുമാത്രമല്ല, സമാധാനം ആവശ്യപ്പെടുന്ന ഒരു ആഹ്വാനമായി ഈ അനുസ്മരണ സമ്മേളനങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. യുദ്ധം മതിയാകട്ടെ എന്ന് പലരും വിളിച്ച് പറയുന്നു. നമ്മുടെ മക്കളെ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവരൂ. ലോകത്തിന്റെ നിലപാട് ഈ വിഷയത്തോട് ഇപ്പോൾ ശ്രദ്ധാപൂർവം ഈ സമാധാന ചർച്ചകളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയും ഖത്തറും പ്രധാനമായും തടവുകാരുടെ മോചനവും സ്ഥിരതയുള്ള സീസ് ഫയറും ലക്ഷ്യമിടുകയാണ്. അന്താരാഷ്ട്ര സമൂഹം ഗാസയിലെ മനുഷ്യാവകാശ അവസ്ഥയെക്കുറിച്ച് വളരെയധികം ആശങ്കപ്പെടുന്നുണ്ട്. അതേസമയം ചില രാജ്യങ്ങൾ ഇസ്രായേലിന്റെ സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ടതിൻ്റെ ആവശ്യകതയും വളരെ കൃത്യമായിട്ട് മുന്നോട്ട് വയ്ക്കുന്നത് വളരെ യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം ഈ ഹമാസുകൾ സമീപകാലത്ത് ജീവിച്ചിരിക്കുന്നിടത്തോളം അല്ലെങ്കിൽ അവരെ താമസിക്കുന്നിടത്തോളം കാലം ഇസ്രായേലിൽ സ്വസ്ഥമായിട്ട് ആർക്കും ഉറങ്ങാൻ കഴിയുകയില്ല എന്നുള്ളതാണ് ലോകത്തിലെ പ്രധാനപ്പെട്ട എല്ലാ രാജ്യങ്ങളും വീക്ഷിക്കുന്നത്. ഹമാസ് നേതാക്കളുടെ വ്യക്തി വിവരങ്ങളെക്കുറിച്ചും അവരുടെ ഒരു സ്ഥാനമാനങ്ങളെക്കുറിച്ചും അതോടൊപ്പം തന്നെ അവരുടെ ഭൂസ്വത്തുകളെ കുറിച്ചും ഒരു ചെറിയ പഠനം നടത്താൻ എനിക്ക് അവസരം കിട്ടി. അപ്പോൾ ഞാൻ അതിനകത്ത് ഞെട്ടിയതായ ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ കൂടെ നിങ്ങളുമായിട്ട് ഒന്ന് പങ്കുവെക്കുകയാണ്. അവർ താമസിച്ച ഇടങ്ങൾ എവിടൊക്കെയാണ്, അവരുടെ ഇപ്പോഴത്തെ ആസ്തി അല്ലെങ്കിൽ അവർ കൊല്ലപ്പെടുന്ന സമയത്ത് അവരുടെ ആസ്തി എന്തായിരുന്നു എന്നുള്ളത്. അപ്പൊ ഈ ഭീകരന്മാരായിട്ടുള്ള ഹമാസിന്റെ തലവന്മാര് ഉണ്ടാക്കിയതായിട്ടുള്ള ഈ വലിയ വിപത്ത്, ആ വിപത്തിൽ നിന്ന് അവര് പരമോന്ന സുഖത്തിൽ കഴിയുന്ന ഒരു സാഹചര്യമായിരുന്നു കഴിഞ്ഞ നാളുകളിലൊക്കെ ഉണ്ടായത്. അതിനകത്ത് പ്രധാനിയായിരുന്നു ഖലീൽ അൽ ഹയ എന്ന് പറയുന്നതായിട്ടുള്ള വ്യക്തി. ഹമാസിന്റെ മുഖ്യ സമവായന പ്രതിനിധിയാണ്, ചീഫ് നെഗോഷിയേറ്റർ ആണ് അദ്ദേഹം. ദോഹ, ഖത്തർ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ആസ്ഥാനമാക്കിയിട്ടാണ് അദ്ദേഹം ജീവിച്ചു പോകുന്നത്. അപ്പോൾ അദ്ദേഹം മധ്യസ്ഥ ചർച്ചകളിൽ പ്രധാന പങ്കുവഹിച്ച ഒരു വ്യക്തിയായിട്ടാണ് പറയുന്നത്. അതുപോലെ മറ്റൊരാളാണ് മൂസ അബു മർസൂഖ് എന്ന് പറയുന്നതായിട്ടുള്ള ഒരു വ്യക്തി. ഹമാസ് രാഷ്ട്രീയ ബ്യൂറോയിലെ മുൻ പ്രതിനിധിയാണ്, വിദേശ പ്രവർത്തനം കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇപ്പോൾ അദ്ദേഹം ദോഹയിലും ഖത്തറിലുമാണ് താമസിക്കുന്നത്. അദ്ദേഹത്തിന്റെ സ്വത്ത് വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് ഏകദേശം $3 ബില്യൺ എന്നുള്ളതാണ്. $3 ബില്യൺ ആണ് ഈ ഭയങ്കര തീവ്രവാദിയായിട്ടുള്ള ഹമാസ് തീവ്രവാദികളുടെ നേതാവിന്റെ ഭൂസ്വത്ത് എന്നുള്ളത്. ഭൂസ്വത്ത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ആസ്തി, മൊത്തത്തിലുള്ള ആസ്തി എന്നുള്ളത്. വേറൊരാളാണ് യാഹിയ സിൻവാർ എന്ന് പറയുന്നതായിട്ടുള്ള വ്യക്തി. 2024 ഒക്ടോബർ വരെ ഗാസയിലെ ഹമാസ് നേതാവായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം ആ ഒരു സ്ഥാനം ഇപ്പോഴും ശൂന്യമായി കിടക്കുകയാണെന്നാണ് ചില രേഖകളൊക്കെ സൂചിപ്പിക്കുന്നത്. പ്രതിപക്ഷ പ്രഖ്യാപനങ്ങൾ പറയുന്നത് 2023 ഒക്ടോബർ 7 ആക്രമണത്തിന്റെ മുഖ്യ ആസൂത്രകർക്കൊപ്പം ഇദ്ദേഹവും ഉൾപ്പെട്ടിരുന്നു എന്നാണ് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ സ്വത്ത് വിവരങ്ങളെ കുറിച്ച് കൃത്യമായ ഒരു അറിവ് ലഭ്യമല്ല. എങ്കിലും അദ്ദേഹത്തിനും മറ്റേ ആളെക്കാളും ഒട്ടും കുറവല്ല സ്വത്ത് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ടാണ് സാധിക്കുന്നത്. വേറൊരാളാണ് ഇസ്മായിൽ ഹനിയ എന്ന് പറയുന്നതായിട്ടുള്ള ഒരു വ്യക്തി. ഹമാസ് രാഷ്ട്രീയ ബ്യൂറോ മുൻ തലവനാണ്. 2024 ജൂലൈയിൽ തീവ്ര ആക്രമണത്തിൽ അദ്ദേഹം കൊല്ലപ്പെട്ടു എന്ന റിപ്പോർട്ടുണ്ട്. അദ്ദേഹം ജീവിത നിലവാരം എന്ന് പറയുന്നത് ദോഹയിലും ഖത്തറിലുമുള്ള പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലൊക്കെ ആയിരുന്നു. അപ്പൊ മുഖ്യ കമ്മ്യൂണിറ്റിയിലേക്കുള്ളതായിട്ട് ഇയാൾക്ക് വളരെ സ്വാധീനമുള്ളതായിട്ടാണ് അറിയപ്പെടുന്നത്. അഭിപ്രായ റിപ്പോർട്ടുകൾ പറയുന്നതനുസരിച്ച് അദ്ദേഹം ഇതിനേക്കാളൊക്കെ കോടി സ്വത്തുകൾ സമ്പാദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ചില മധ്യസ്ഥ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇദ്ദേഹത്തിന് $4 ബില്യൺ ആസ്തി ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഇവന്മാര്
ഈ പാവപ്പെട്ട ജനതയെ കുരുതി കൊടുത്തിട്ട് ഈ നേതാക്കന്മാരെല്ലാം തന്നെ സ്വത്ത് സമ്പാദിച്ച് അവര് മതത്തിന്റെ പേരിൽ ഈ കുഞ്ഞാടുകളെ ബലിയാടാക്കുന്ന ഒരു പ്രവർത്തികളാണ് ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കാര്യങ്ങളെ കുറിച്ചൊന്നും തന്നെ ഇവിടെ സംസാരിക്കാറില്ല. ഇനി വേറൊരാളാണ് മർവാൻ ഈസ എന്ന് പറയുന്നതായിട്ടുള്ള ആള്. ഹമാസ് സൈനിക വിഭാഗത്തിലെ അൽ ഖാസം ബ്രിഗേഡ്സ് ആണ് അതിനകത്ത് ഉപയോഗത്തിലുള്ള നേതാവ് എന്നാണ് ചില മാധ്യമങ്ങളൊക്കെ പറയുന്നത്. പ്രത്യേക താമസവും സ്വത്ത് വിവരങ്ങളും ഇദ്ദേഹത്തെ കുറിച്ച് നമുക്ക് ലഭ്യമല്ല. റാസാദ് അൽ ഖാസം ഓപ്പറേഷൻ വിഭാഗത്തിലെ ഉന്നത കമാൻഡറാണ് ഇദ്ദേഹം. ഗാസയിലെ സൈനിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നുവെന്നാണ് ചില റിപ്പോർട്ടുകൾ ഇദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്. പ്രധാന സ്വത്ത് വിവരങ്ങളൊന്നും തന്നെ നമുക്ക് ലഭ്യമല്ലെങ്കിലും അദ്ദേഹം ഇപ്പോഴും ജീവനോടെ ഉണ്ടോ എന്ന് പറയാൻ സാധിക്കുകയില്ലെങ്കിലും ഭയങ്കര ധനാഢ്യ ജീവിതമായിരുന്നു അദ്ദേഹം നയിച്ചിരുന്നതെന്നാണ് പറയുന്നത്. മറ്റൊന്നാണ് എസ്ദീൻ അൽ ഹദാദ് എന്ന് പറയുന്ന ആളുള്ള വ്യക്തി. 2025 ജൂൺ മുതൽ ഗാസയിലെ ഹമാസ് പ്രവർത്തനങ്ങൾക്ക് പുതിയ നേതൃത്വം നൽകുന്ന ഒരു പുതിയ നേതാവാണ് എന്നാണ് ഇദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്. ഗോസ്റ്റ് ഓഫ് അൽ ഖഷീം എന്ന വിശേഷണത്തിലാണ് ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത് തന്നെ. അദ്ദേഹത്തിന്റെ വിശദ സ്വത്ത് വിവരങ്ങൾ ഇതുവരെ പുറത്തു വിട്ടിട്ടില്ല. അപ്പം അദ്ദേഹത്തിന് ധാരാളം സാമ്പത്തിക സ്രോതസ്സുകളുണ്ട് എന്നുള്ളത് പല മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ചില മാധ്യമ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഹമാസ് നേതാക്കളുടെ സ്വത്ത് ബില്യണുകളിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഉദാഹരണത്തിന് അബു മർസൂഖിന്റെ സ്വത്ത് എന്ന് പറയുന്നത് $3 ബില്യൺ. അതേപോലെ തന്നെ ഖലേദ് മഷാൽ, അതേപോലെ ഇസ്മായിൽ ഹനിയാക്ക്, ഇവർക്കൊക്കെ $4 ബില്യൺ വരെ സ്വത്തുകളുണ്ട്. എന്നാൽ ഇത് പൊതുവെ നമ്മൾ പറയുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, ഹമാസ് സംഘടനയുടെ ധനസ്രോതസ്സുകൾ പ്രധാനമായിട്ടും അണ്ടർഗ്രൗണ്ട് ഗതാഗത പാതകളൊക്കെ കുഴിച്ച് അവിടെയൊക്കെ തന്നെയാണ് ഇവരതൊക്കെ സൂക്ഷിച്ചിരിക്കുന്നത്. മാത്രമല്ല ഇവരുടെ സഹായങ്ങളൊക്കെ വരുന്നത് വിദേശങ്ങളിൽ നിന്നാണ്. ഇവര് ഈ പാവപ്പെട്ട മരിച്ചു വീഴുന്ന, ഇവരാൽ തന്നെ കൊല്ലപ്പെടുന്നതായിട്ടുള്ള കുഞ്ഞുങ്ങളുടെയൊക്കെ ഫോട്ടോകൾ എടുത്തും ദാരുണമായ അന്ത്യങ്ങളെ കുറിച്ചൊക്കെ ഉള്ള വിവരങ്ങളും കൂടാതെ കുറെ നിർമ്മിത ബുദ്ധി കൊണ്ടുണ്ടാക്കുന്ന ചില ചിത്രങ്ങളൊക്കെ വെച്ച് വിദേശത്തുള്ള സഹാനുഭൂതിയുള്ള ആളുകളിൽ നിന്ന്, അതിനകത്ത് ജാതിയോ മതമോ വർഗമോ വർണ്ണമോ വ്യത്യാസമൊന്നുമില്ല, എല്ലാവരിൽ നിന്നും തെണ്ടി വാങ്ങിക്കുന്ന കാശുകളാണിതെല്ലാം. അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടി വായിച്ചപ്പോഴാണ് എനിക്ക് ഈ ഹമാസിനോടുള്ള ആ ഒരു അവരുടെ ആ ക്രൂരതയെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങളോട് പറയണമെന്ന് തോന്നിയത്. മാത്രമല്ല പല രാജ്യ നേതാക്കന്മാർ തന്നെ ഇവരെ വളരെ കൃത്യമായി സാമ്പത്തികമായിട്ട് സഹായിക്കുന്നുണ്ട്. ഇറാൻ സഹായിക്കുന്നുണ്ട്, അതേപോലെ തന്നെ മറ്റു പല അറബ്യൻ രാജ്യങ്ങളും ഇവരെ സഹായിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ പിന്നെ അമേരിക്കയൊക്കെ ഇടപെട്ടതോടുകൂടെ അതിനൊക്കെ ഒരു അമാന്തം വന്നിട്ടുണ്ട്. എന്നാൽ ഇങ്ങനെയുള്ള ഈ ദുഷ്ടന്മാരുടെ പ്രവർത്തികളെ എന്നേക്കുമായിട്ട് അവസാനിപ്പിക്കാൻ തക്കവണ്ണം ഇസ്രായേൽ എടുത്ത നടപടികളെ എല്ലാം നമുക്ക് ന്യായീകരിക്കാനും കഴിയുകയില്ല. പക്ഷേ അവരുടെ സ്വതന്ത്ര രാജ്യത്ത് കയറി ഭീകരപ്രവർത്തനം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് നിശബ്ദരാകാൻ കഴിയുകയില്ല എന്നുള്ളത് കൊണ്ട് അവരെ അംഗീകരിക്കാതിരിക്കാനും നമുക്ക് കഴിയുകയില്ല. അപ്പോൾ അവർ ചെയ്ത പ്രവർത്തികൾ ക്രൂരതയാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് ബഹുഭൂരിപക്ഷം ചിന്താശക്തരായിട്ടുള്ള ആളുകളും പറയുന്നത്. ഇസ്രായേൽ ചെയ്ത് ക്രൂരതയല്ല എന്നാണ് ചിന്താശേഷിയുള്ള മുസ്ലിം സഹോദരങ്ങളൊക്കെ പറയാറുള്ളത്. എന്നാൽ വളരെ ചുരുക്കം ആളുകൾ, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിയെ പോലെ തീവ്രവാദ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്ന ആളുകള് തീർച്ചയായിട്ടും ഹമാസിനെ കുറിച്ച് പറയുന്നത് ഹമാസ് ചെയ്യുന്നത് നല്ലതാണെന്ന്. ഓർക്കണം, ഹമാസിന്റെ പ്രവൃത്തി കൊണ്ട് നിഷ്കളങ്കരും നിരപരാധികളുമായിട്ടുള്ള 65,000-ൽ പരം കുഞ്ഞുകുട്ടി ആബാലവൃദ്ധം ജനങ്ങളാണ് പലസ്തീന് നഷ്ടപ്പെടേണ്ടി വന്നത്. മാത്രമല്ല ഭവനരഹിതരായിട്ട് ലക്ഷക്കണക്കിന് ആളുകൾ പോകേണ്ടി വന്നു. കൂടാതെ ഇപ്പോഴും അവരനുഭവിക്കുന്ന ദുരന്തങ്ങൾ എത്ര വലുതാണ്. ഇതിനൊക്കെ ആരാണ് ഉത്തരവാദികൾ? ഒറ്റ ഉത്തരമേ ഉള്ളൂ, ഹമാസ് എന്ന് പറയുന്ന കൊടും ഭീകരർ. അവരെ പ്രശംസിക്കുകയും അവർക്ക് വേണ്ടി ചാനലുകൾ നടത്തുകയും ചാനലുകളിൽ ഇരുന്ന് സംസാരിക്കുകയും ചെയ്യുന്ന ആളുകളോട് എനിക്ക് ചോദിക്കാനുള്ള ഒറ്റ ചോദ്യമേ ഉള്ളൂ, നമ്മുടെ നാട്ടിലേക്ക് വന്ന ഭീകരവാദികളെ എങ്ങനെയാണ് നാം കണ്ടതും ആ രാജ്യത്തോട് എങ്ങനെയാണ് നമ്മൾ പെരുമാറിയതും?
അതിന് നിങ്ങൾ കൃത്യമായ മറുപടി തരാമെങ്കിൽ നിങ്ങൾ പറയുന്ന വാദങ്ങളോട് എനിക്ക് യോജിക്കാൻ കഴിയും. എന്നാൽ ഒരു കാര്യം എനിക്ക് വളരെ കൃത്യമായിട്ട് പറയാൻ കഴിയും. മനുഷ്യൻ തമ്മിൽ തല്ലി ചാകുന്നതും കൊല്ലുന്നതും ഒന്നിനും ഒരു പരിഹാരവുമല്ല. അതുകൊണ്ട് തന്നെ ഇന്നും നമുക്ക് പ്രത്യാശ നഷ്ടപ്പെട്ടിട്ടില്ല. സമാധാനം അത്ര എളുപ്പമല്ല എന്ന് നമുക്കറിയാം. പക്ഷേ അത് സാധ്യമല്ല എന്ന് നമുക്ക് പറയാൻ കഴിയുകയില്ല. അതുണ്ടാക്കേണ്ടത് നീതിയിലൂടെയും പരസ്പര ബഹുമാനത്തിലൂടെയും മാത്രമേ ആകുള്ളൂ. അതുകൊണ്ട് ഇന്ന് ഈ ദിനത്തിൽ നമുക്ക് ഓർക്കാം, മരിച്ചവരെ കുറിച്ച് മാത്രമല്ല, ഇന്ന് ജീവനോടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളോടും, ഓരോ വ്യക്തികളുടെ യുദ്ധത്തിലൂടെ കടന്നു പോകുന്ന സാഹചര്യത്തിൽ ആ രാജ്യങ്ങളുടെ കഷ്ടത അനുഭവിക്കുന്ന ജനത്തോടും ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് പറയാം, യുദ്ധം നിർത്താം, സമാധാനം പുലരട്ടെ. ഗാസയിലും ഇസ്രായേലിലും മനുഷ്യന്റെ ഹൃദയത്തിലും ഈ സമാധാനം എല്ലായ്പ്പോഴും നിലനിൽക്കട്ടെ. സമാധാന പ്രഭുവായ യേശു ക്രിസ്തുവിൽ ആശ്രയിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് സമാധാനം ലഭിക്കും എന്നതിന് യാതൊരു സംശയമില്ല. നന്ദി, നമസ്കാരം.